മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യമായി എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. വർഷം 2025 നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങളടങ്ങുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2025 ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും മകരം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. ഇപ്പോൾ ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ 5ാം ഭാവമായ ഇടവത്തിലാണ്. 2025 മെയ് 14 ഗുരു ഇടവത്തിൽ നിന്നും നിങ്ങളുടെ 6ാം ഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഗുരു സാധാരണയായി ഒരു രാശിയിൽ 12 മാസമായിരിക്കും സഞ്ചരിക്കുന്നത്. അതായത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും തൻ്റെ രാശി മാറുന്നത്. പക്ഷേ 2025 ഗുരു 1 പകരം 3 പ്രാവശ്യം തൻ്റെ രാശി മാറുന്നതായിരിക്കും. ആദ്യം മെയ് 14 ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഗുരു മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സഞ്ചരിക്കുന്ന സ്പീഡ് ഏകദേശം 2.5 മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും. ജ്യോതിഷത്തിൽ ഇതിനെ അതിചാരി എന്നാണ് പറയുന്നത്. അതായത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ മിഥുനത്തിൽ അമിത വേഗത്തിൽ സഞ്ചരിച്ച് ഒക്ടോബർ 18 കർക്കിടകം രാശിയിൽ പ്രവേശിക്കുന്നതായിരിക്കും. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം ഗുരു ഈ സമയത്ത് വെറും 5 മാസം കൊണ്ടാണ് സഞ്ചരിച്ച് തീർക്കുന്നത്. ഇതിൽ നിന്നും ഗുരുവിൻ്റെ സ്പീഡിനെക്കുറിച്ച് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കുവാൻ സാധിക്കുമല്ലോ. കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് നോർമലാകുന്നതായിരിക്കും. പക്ഷേ ഇവിടെ നവംബർ 11 ഗുരു വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഡിസംബർ 5 വീണ്ടും തിരിച്ചു മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും. ഇപ്രകാരം വർഷത്തിൽ ഒരു പ്രാവശ്യം രാശി മാറുന്ന ഗുരു 2025 1 പകരം 3 പ്രാവശ്യം രാശി മാറുന്നതായിരിക്കും. അതായത് ആദ്യം ഇപ്പോൾ നിൽക്കുന്ന ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും, അവിടെ അമിത വേഗത്തിൽ സഞ്ചരിച്ച് കർക്കിടകത്തിലേക്കും, പിന്നീട് വക്രഗതിയിലായി തിരിച്ച് വീണ്ടും മിഥുനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. ഗുരുവിൻ്റെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും മകരം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഗുരു നിങ്ങളുടെ 12ാം ഭാവത്തിൻ്റെയും 3ാം ഭാവത്തിൻ്റെയും അധിപനാണ്. നിൽക്കുന്നത് 5ാം ഭാവത്തിലാണ്. ഇവിടെ നിന്നും ഗുരുവിൻ്റെ 5ാം ദൃഷ്ടി പതിക്കുന്നത് 9ാം ഭാവത്തിലും, 7ാം ദൃഷ്ടി പതിക്കുന്നത് 11ാം ഭാവത്തിലും, 9ാം ദൃഷ്ടി പതിക്കുന്നത് 1ാം ഭാവത്തിലുമായിരിക്കും. ഗുരുവിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 9ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും. കാര്യങ്ങളെല്ലാം തന്നെ തടസ്സങ്ങളില്ലാതെ നടക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതുമായിരിക്കും. ഇത് ചിലർക്ക് വിദേശയാത്രകളാക്കുവാനും സാധ്യതകളുണ്ട്. ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ശുഭസമയമായിരിക്കും ഇത്. ക്യാമ്പസ് ഇൻ്റർവ്യൂവും മറ്റുമുണ്ടെങ്കിൽ അതിൽ നന്നായി പെർഫോം ചെയ്യുന്നതായിരിക്കും. പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും.
സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ഇത് അവരുടെ വിദ്യാഭ്യാസം, കരിയർ, വിവാഹം, ദാമ്പത്യ ജീവിതം, സാമ്പത്തിക സ്ഥിതികൾ, ആരോഗ്യം എന്നീ മാതിരിയുള്ള പ്രശ്നങ്ങൾ കാരണമാകാനാണ് കൂടുതലും സാധ്യത. ഇടവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ 7ാം ദൃഷ്ടി 11ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. 11ാം ഭാവം വരവിൻ്റെ ഭാവമാണ്, ലാഭസ്ഥാനമാണ്. ഈ സമയത്ത് നിങ്ങളുടെ ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും. കരിയറിലുള്ളവർ എക്സ്ട്രാ ഇൻകം ലഭിക്കുന്നതിനായി എവിടെയെങ്കിലും പാർട്ട് ടൈം ജോബ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള സമയത്ത് എന്തെങ്കിലും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നതും അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കുന്നതുമായിരിക്കും. വ്യാപാരി വ്യവസായികൾ ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ഇൻകം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും. 11ാം ഭാവം ഉപജയസ്ഥാനമാണ്. ഈ സമയത്ത് ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നതായിരിക്കും. ഇത് ആദ്യമായി കരിയറിൽ പ്രവേശിക്കുക, വിവാഹം കഴിക്കുക, അതല്ലെങ്കിൽ ആദ്യമായി സന്താനപ്രാപ്തി ഉണ്ടാകുക എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഗുരുവിൻ്റെ 9ാം ദൃഷ്ടി 1ാം ഭാവത്തിൽ പതിക്കുന്നത് ആരോഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. മെയ് 14-നും ഒക്ടോബർ 18-നും ഇടയ്ക്ക് ഗുരു മിഥുനത്തിൽ അമിത വേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ സമയം വളരെ ക്രൂഷ്യലായിരിക്കും. അതായത് ഏകദേശം 5 മാസത്തോളം ഗുരു അതിചാരിയായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് ചെയ്യുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും. ഇത് ചില സമയത്ത് ഹാനികൾ വരാനിടയാക്കുന്നതായിരിക്കും. ഏത് കാര്യവും നന്നായി ആലോചിച്ച് സാവധാനം വേണം ചെയ്യുവാൻ. അതിൻ്റെ വരും വരായികകളെക്കുറിച്ചും ശരിയായി മനസ്സിലാക്കിയിരിക്കണം. ആവശ്യമുണ്ടെങ്കിൽ എക്സ്പെർട്ടിൻ്റെയോ വീട്ടിലെ മുതിർന്നവരുടെയോ ഒക്കെ അഡ്വൈസ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതും ശുഭകരമായിരിക്കും. ഈ 5 മാസക്കാലം നിങ്ങളുടെ കാര്യശൈലി അനുസരിച്ചായിരിക്കും ഫലങ്ങളും ലഭിക്കുന്നത്. ഒക്ടോബർ 18-ാം തീയതി ഗുരു കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് ക്രമേണ കുറയുന്നതായിരിക്കും. ഇവിടെ നവംബർ 11-ാം തീയതി ഗുരു വക്രഗതിയിലാകുന്നതുമായിരിക്കും. അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഡിസംബർ 5-ാം തീയതി വീണ്ടും തിരിച്ച് മിഥുനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. ഗുരു കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ 5-ാം ദൃഷ്ടി 11-ാം ഭാവത്തിലും 7-ാം ദൃഷ്ടി 1-ാം ഭാവത്തിലും 9-ാം ദൃഷ്ടി 3-ാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത്. 11-ാം ഭാവത്തിലെയും 1-ാം ഭാവത്തിലെയും ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ വിവരിച്ചതിനാൽ ഇവിടെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. 3-ാം ഭാവത്തിൽ 9-ാം ദൃഷ്ടി പതിക്കുന്നത് ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും. ഈ സമയത്ത് കരിയർ സംബന്ധമായും ബിസിനസ് സംബന്ധമായും മറ്റും ഹ്രസ്വദൂര യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവുണ്ടാകുന്നതും അത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുവാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നതുമായിരിക്കും. മാർക്കറ്റിംഗ്, ടീച്ചിങ് ഫീൽഡ്, വക്കീൽ, മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്, രാഷ്ട്രീയക്കാർ എന്നീ ഫീൽഡിലുള്ളവർക്ക് പല നേട്ടങ്ങളും ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതും ദാമ്പത്യ ജീവിതം സുഖകരമായി തീരുന്നതുമായിരിക്കും. ഇതാണ് ഗുരുവിൻ്റെ 2025-ലെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും മകരം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.